നമസ്കാരം. ഒരു വ്യക്തി ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യുന്നതിലൂടെ അയാൾക്ക് വ്യക്തിപരമായിട്ട് ഒരു ഗുണവും ഫലവും ലഭിക്കില്ല. അതായത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിലായിരിക്കും പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഒരു പൊതു താൽപ്പര്യ ഹർജി ഒരു വിഷയത്തെ സംബന്ധിച്ച് ചെയ്യണമെന്ന് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ മറ്റാരെങ്കിലും വന്നിട്ട് അത്തരത്തിലുള്ള അതേ പരിഹാരം കിട്ടാവുന്ന ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ അടുത്ത ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യില്ല. കാരണം ഇതിന് വളരെ സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ പൊതു താൽപ്പര്യ ഹർജികളും ഫയൽ ചെയ്യുന്നത് ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും, അല്ലെങ്കിൽ സംഘടനകളായിരിക്കും. വ്യക്തികൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യാറുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഷോൺ ജോർജ് ഇപ്പോഴത്തെ ഈ വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയല്ല, അതിൽ 2 നോൺ മുസ്ലിംസിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഒരു പൊതു താൽപ്പര്യ ഹർജിയിലൂടെ സമീപിക്കാൻ പോകുന്നു എന്ന കാര്യം ഞാൻ ABC മലയാളം ചാനലിൽ നിന്നും അറിഞ്ഞത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ അതിൽ നൽകിയിരുന്നു. ഉടൻ തന്നെ ഞാൻ ഷോൺ ജോർജിൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഈ സംഗതി ശരിയാണോ? കാരണം ഞാനും അതേ സ്വഭാവത്തിലുള്ള ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു. അതിനുവേണ്ട ഡ്രാഫ്റ്റിങ്ങും മറ്റും ഞാൻ നടത്തുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഈ 2 പേരെ നിയമിച്ചിട്ടില്ല, അതുകൊണ്ട് അവരെ നിയമിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഹർജി ഫയൽ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴുള്ള ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ ഉള്ള ഒരു ആവശ്യം ഉന്നയിക്കാമല്ലോ, അതിനുള്ള ഗ്രൗണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഷോൺ ജോർജ് എന്നോട് പറഞ്ഞത്, അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതി മുമ്പാകെ നിലനിൽക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വക്കീലായ സീനിയർ അഡ്വക്കേറ്റ് സന്തോഷ് മാത്യു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷോണിനോട് പറഞ്ഞു, അത് ശരിയല്ല, ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനുള്ള എല്ലാ ഗ്രൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇത് ഫയൽ ചെയ്യുന്നത് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കൂ, ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന ഇൻപുട്ട് കൂടി നിങ്ങൾക്ക് തരാം. അപ്പോൾ അതുകൂടി നിങ്ങളുടെ പെറ്റീഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനുള്ള ഒരു ആവശ്യം ഉന്നയിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോയി, എങ്കിലും എൻ്റെ വക്കീലിനെ കൊണ്ട് ഞാൻ നാളെ നിങ്ങളെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. 8 മണിക്കകം വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ 8 മണി കഴിഞ്ഞു, 1 മണിയായി ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ഷോണിനെ വിളിച്ച് ചോദിച്ചു, ഷോണെ, അവിടെ 8 മണി ഇതുവരെ ആയില്ലേ? എന്തായാലും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വക്കീൽ എന്നെ ഹൈക്കോടതിയിൽ നിന്നും ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ ഗ്രൗണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? അപ്പോൾ പറഞ്ഞത്, 2 നോൺ മുസ്ലിംസിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, അതാണ് ഗ്രൗണ്ട്, നമ്മളുടെ ആവശ്യം അവരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മറ്റൊരു 4-5 കൂടുതൽ പോയിൻ്റ് അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ പോയിൻ്റുകളൊക്കെ ഉന്നയിച്ചാൽ നമുക്ക് ആ പെറ്റീഷനിൽ ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ കൂടി ആവശ്യപ്പെടാമല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അതും കൂടി ചേർത്തിട്ടുള്ള ഒരു പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് രാവിലെ ആ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്കത് പിൻവലിക്കാൻ പറ്റുമല്ലോ? പിൻവലിക്കൂ, ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സും കൂടി ചേർത്തുകൊണ്ട് ഒരു പുതിയ പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാം. കാരണം എന്താണ്, അങ്ങനെ ഫയൽ ചെയ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് പുതിയ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഭീമമായ ഒരു സംഖ്യ അതിനുവേണ്ടി ചിലവാക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സാധ്യമല്ല, അത് സീനിയർ അഡ്വക്കേറ്റ് സമ്മതിക്കുകയും ഇല്ല, ഞങ്ങളതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ തുടർന്നിട്ട് മറ്റ് 2 സംഘടനകളും, ഒരു ക്രിസ്ത്യൻ സംഘടനയും ഒരു മുസ്ലിം സംഘടനയും കൂടി ഇതുപോലെയുള്ള റിട്ട് പെറ്റീഷൻസ് ഫയൽ ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ കോപ്പി വരുത്തി നോക്കി. അതിലും അവരുടെ ആവശ്യം ഇതുപോലെ സമാനമായ ആവശ്യങ്ങൾ ആയിരുന്നു. കൂടാതെ ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ തക്ക കാരണങ്ങളൊന്നും തന്നെ അവർ അവരുടെ റിട്ട് പെറ്റീഷനിൽ ഉയർത്തിയിരുന്നും ഇല്ല. അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായിട്ട് 4ാമത്തെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ പൊതു താൽപ്പര്യ ഹർജി ഈ മാസം 8-ാം തീയതി ഫയൽ ചെയ്തു. അപ്പോൾ നാം ആലോചിക്കേണ്ടത്, അതിന് മുന്നേ തന്നെ 2-ാം തീയതി ഷോൺ ജോർജിൻ്റെ പെറ്റീഷൻ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അതിൽ ഒരു ഇൻ്ററീം ഓർഡറും കൊടുത്തില്ല. തുടർന്ന് 8-ാം തീയതിയാണ് എൻ്റെ ഹർജി അഡ്മിഷന് വന്നത്. അപ്പോൾ മറ്റ് പുതിയ 2 കേസുകളും ഷോൺ ജോർജിൻ്റെ കേസുകളും ഒക്കെ തന്നെ അന്ന് ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഹൈക്കോടതി തത്വത്തിൽ തീരുമാനിച്ചത് ഈ 4 ഹർജികളും ഒരുമിച്ച് പരിഗണിക്കേണ്ടിയിരിക്കുന്നു.
എന്നും അതുകൊണ്ട് കേരള സർക്കാർ അതിലൊരു സത്യവാങ്മൂലം നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഹർജികളെല്ലാം തന്നെ കഴിഞ്ഞ 15-ാം തീയതിയിലേക്ക് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 15-ാം തീയതി ഹൈക്കോടതി ഒരു പ്രത്യേക ചോദ്യം ചോദിച്ചു. അതായത് ഈ നിയമനങ്ങൾ നടത്തിയില്ല എന്ന് പറയുന്നത് ഇല്ലീഗൽ അല്ല. കാരണം എന്താണ്? ഒരു ആക്ഷൻ നടന്നാലേ അത് ഇല്ലീഗലാണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു നിയമനം നടത്തിയില്ല എന്ന് പറയുന്നത് ഒരു ഒമിഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. അവിടെ 2 പേരെയോ 3 പേരെയോ എന്താണെന്ന് വെച്ചാൽ അങ്ങ് നോമിനേറ്റ് ചെയ്താൽ ആ പ്രശ്നം പരിഹരിക്കാം. അല്ലാതെ ഒരു വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ തന്നെ മരവിപ്പിക്കേണ്ട ഒരു കാരണമല്ല 2 വേക്കൻസിയിലേക്ക് നിയമനം നടത്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ഇല്ലീഗാലിറ്റിയാണ് ഉള്ളത് എന്ന് ചീഫ് ജസ്റ്റിസ് എടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ വക്കീൽ 35 വയസ്സേ ഉള്ളൂ, ഒരു പെൺകുട്ടിയാണ്, വളരെ സ്മാർട്ടാണ്. സ്മാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം പഠിക്കുന്നതിലും അത് കോടതി മുമ്പാകെ അവതരിപ്പിക്കുന്ന രീതി, അത് നമ്മുടെ സാംബശിവൻ്റെ കഥാപ്രസംഗം പോലെ നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷിൽ അടിച്ച് കസറി കോടതികളെ കയ്യിലെടുക്കാൻ ഒരു കഴിവുള്ള പെൺകുട്ടിയാണ് എൻ്റെ വക്കീൽ. അപ്പോൾ എതിർഭാഗത്ത് സീനിയർ വക്കീലന്മാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും അപ്പോൾ അവൾ എഴുതി നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ഇല്ലീഗാലിറ്റി റേസ് ചെയ്തിട്ടുണ്ട്. അതായത് ജോയിൻറ്റ് സെക്രട്ടറി ടു ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് വഖഫ് മാറ്റേഴ്സിന് പകരം ഒരു അഡീഷണൽ സെക്രട്ടറി ഓഫ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ബീൻ നോമിനേറ്റഡ് എഗെയിൻസ്റ്റ് ദാറ്റ് പോസ്റ്റ്, സോ ദാറ്റ് ഈസ് ആൻ ഇല്ലീഗാലിറ്റി എന്ന് കോടതിയെ ബോധിപ്പിച്ചു. അതുകൊണ്ടാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഇടക്കാല ഉത്തരവിൽ അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ മരവിപ്പിച്ചതിന് ശേഷം കോടതി ഉത്തരവിൻ്റെ അവസാനം പറയുന്നത് എത്രയും പെട്ടെന്ന് കേരള സർക്കാർ റവന്യൂ വകുപ്പിലെ വഖഫ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയെ അടിയന്തരമായിട്ട് ഈ വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ആ അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം നടക്കുക എന്ന് കോടതി പറഞ്ഞു. കൂടാതെ അപ്പോൾ അവസാനം പറഞ്ഞു ഇനി ഈ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കും ഭരണം നടത്തുക. ഇന്ന് ഞാൻ അറിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ മദീന എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് സെക്രട്ടറിയെ, അതായത് റവന്യൂ വകുപ്പിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയെ ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചു എന്ന് ഞാൻ വാർത്തകൾ കണ്ടു. ആ നിയമനം നടന്നതിൻ്റെ കാരണം ഞാൻ മാത്രമാണ്. എൻ്റെ പെറ്റീഷനിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നത്. അപ്പോൾ നാം മറ്റൊരു കാര്യം ആലോചിക്കണം. ഈ ഷോൺ ജോർജൊക്കെ ഫയൽ ചെയ്ത സമാന സ്വഭാവത്തിൽ, അതായത് 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല, ആ വേക്കൻസികൾ ഫിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഇതേപോലെയുള്ള ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. അന്ന് മദ്രാസ് ഹൈക്കോടതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടക്കാല ഉത്തരവും കൊടുത്തു. അതായത് ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം 100% അവർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് കൊടുത്തു. അതിനെതിരെ മദ്രാസ് വഖഫ് ബോർഡ് നേരെ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു ഇത് തെറ്റാണ്, ഇതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യക്തികളെ നിയമിക്കണമെന്നുള്ള ആവശ്യമല്ലേ, അത് 2 വ്യക്തികളെ നിയമിച്ചാൽ മതിയല്ലോ, അതിന് പകരം എന്തിനാണ് ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ തന്നെ മരവിപ്പിക്കുന്നത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ആരെയാണ് ഏത് 2 നോൺ മുസ്ലിമിനെയാണ് ഈ വേക്കൻസികൾ നിയമിക്കാൻ പോകുന്നത് എന്ന് എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അതായത് സുപ്രീം കോടതിക്ക് തന്നെ ആ നിയമനം നടത്താം, അതോടുകൂടി പ്രശ്നം അവസാനിക്കും. ഇപ്പോൾ നമ്മുടെ വഖഫ് ബോർഡും മുക്കം ഫൈസിയും ഒക്കെ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഹൈക്കോടതി ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. എന്നാൽ അവർ അവിടെ ചലഞ്ച് ചെയ്യുന്നത് ഈ ഷോൺ ജോർജിൻ്റെ പെറ്റീഷനെ മാത്രമാണെന്നേ. അവർ ആരും തന്നെ എൻ്റെ ഈ പെറ്റീഷനെ ചലഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്താണ്? എൻ്റെ പെറ്റീഷനെ ചലഞ്ച് ചെയ്യാൻ സുപ്രീം കോടതിയിൽ അവർക്ക് സാധിക്കില്ല. എന്നാൽ ഷോൺ ജോർജിൻ്റെ പെറ്റീഷനെ ചലഞ്ച് ചെയ്യാം. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പെറ്റീഷനും മദ്രാസിലെ ആ വ്യക്തി അന്ന് ഫയൽ ചെയ്തിരുന്ന പൊതു താൽപ്പര്യ ഹർജിയും രണ്ടും ഒന്നാണ്. അതിൽ സുപ്രീം കോടതി ഹൈക്കോടതി കൊടുത്ത സ്റ്റേ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് അത്തരത്തിലൊരു സ്റ്റേ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഷോൺ ജോർജിൻ്റെ പെറ്റീഷനെ മാത്രം ചലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ മുക്കം ഫൈസിയും വഖഫ് ബോർഡും ഒക്കെ തന്നെ നേരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നൊരു കാവിയേറ്റ് അവിടെ ഫയൽ ചെയ്തു, സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. കാരണം എന്നെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാവിയേറ്റ് ഫയൽ ചെയ്തത്. കാരണം എന്താണ്? ഈ ഷോൺ ജോർജിൻ്റെ കാവിയേറ്റ് അവിടെ കാണും, പക്ഷേ ഷോൺ ജോർജിൻ്റെ വാദം മാത്രം കേട്ട് കഴിഞ്ഞാൽ
സുപ്രീം കോടതി തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ ചെയ്ത അതേ ഒരു തീരുമാനം പറയും. ഹൈക്കോടതിയുടെ ഇപ്പോഴത്തുള്ള ആ ഒരു സ്റ്റേ സുപ്രീം കോടതി വെക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡും മുക്കം ഫൈസിയും ഒക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്ന എന്ന് ഞാൻ പറയൂ, കാരണം അദ്ദേഹത്തിന് ഇനി ഒരിക്കലും തന്നെ വഖഫ് ബോർഡ് ചെയർമാനായിട്ട് ജീവിതത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് എന്താണ്, ഷോൺ ജോർജിൻ്റെ അതുപോലെ ഉള്ള ഒരു തീരുമാനം മദ്രാസ് ഹൈക്കോടതി എടുത്തിരുന്നു, അതിനെ സുപ്രീം കോടതി വെക്കേറ്റ് ചെയ്തു. അതുകൊണ്ട് അതേ ആവശ്യമാണ് ഞങ്ങളിവിടെ സുപ്രീം കോടതിയുടെ മുന്നിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാനും പറഞ്ഞതുപോലെ കാബിനറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ വരുന്ന വിഷയം അതല്ല. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം സകലമാന സ്ഥലത്തും ഷോൺ ജോർജ് കൊടുത്ത ഹർജിന്മേലാണ് ഈ തീരുമാനം വന്നത് എന്നുള്ള വൻ പ്രചാരണമാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ മൈലേജിന് വേണ്ടിയിട്ടല്ല ഇത് ഫയൽ ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് കാശും പോയി. എനിക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ ഹൈക്കോടതി ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്തു. ജോയിൻറ്റ് സെക്രട്ടറി വരെ അപ്പോയിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ വിഷയം ഞാൻ മറുനാടൻ മലയാളിയുമായി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എൻ്റെ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നത് എന്ന് പറഞ്ഞിട്ട് മറുനാടൻ മലയാളി ഒരു വാർത്ത കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അതിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കും. മറുനാടൻ ഷാജനാണ് ആ വീഡിയോ ചെയ്തത്. അതായത് ഷോൺ ജോർജിൻ്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ മരവിപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹവും എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ശരിയല്ലല്ലോ, ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ. ഷോൺ ജോർജ് ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ മരവിപ്പിക്കണമെന്ന അല്ലെങ്കിൽ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന ആ ഒരു ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെറ്റീഷനിൽ അദ്ദേഹത്തിൻ്റെ ഹർജിയിലെ റിലീഫ് സോട്ട് ഫോർ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന മറുപടി, അവൻ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്നായിരുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇപ്പോൾ വന്ന ഈ വിധിയുടെ അടിസ്ഥാനം ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത പെറ്റീഷനായിരുന്നു. കാരണം എന്താണ്, ഇവർക്കാർക്കും ഈ വഖഫ് ആക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങൾ പഠിച്ചിരിക്കുകയും വേണമെന്നുണ്ടായിരുന്നു എങ്കിൽ ഈ ഷോൺ ജോർജ് സ്വന്തം പോക്കറ്റിലെ പൈസ അല്ല കൊടുക്കുന്നത്, പാർട്ടി അദ്ദേഹത്തിന് ഫിനാൻസ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു ക്ഷമയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ സാമ്പത്തിക നഷ്ടം വരുമായിരുന്നില്ല. നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനും സാധിക്കുമായിരുന്നു. എന്നാൽ അതിന് മുതിരാതെ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതി ഫയൽ ചെയ്യും. ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത ഹർജിയിലെ അതിൻ്റെ ഫ്രൂട്ട്സ് കിട്ടി തുടങ്ങിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റൊക്കെ തനിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്ന കാര്യം ശരിയില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാവരും ഇൻ്റർവ്യൂ എടുക്കുന്നു. അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അദ്ദേഹം ഫയൽ ചെയ്ത പെറ്റീഷൻ്റെ പുറത്താണ് ഈ വിധി എന്നാണ്. എന്നാൽ സംഗതി അങ്ങനെയല്ല. ഹൈക്കോടതി വിധിയുടെ പല ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ പെറ്റീഷനിൽ ഉള്ള കാര്യങ്ങളാണ് അവിടെ ഉദ്ധരിച്ച് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ്, ഈ ഹൈക്കോടതി ഉത്തരവ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛൻ പിതാവ് ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഷോൺ ജോർജിനാണ് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോൺ ജോർജിൻ്റെ മാത്രം പെറ്റീഷനെ ചലഞ്ച് ചെയ്തിട്ടാണ് ഈ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. എൻ്റെ പെറ്റീഷനെ ചലഞ്ച് ചെയ്യാനുള്ള നട്ടെല്ല് അവർക്കില്ലാത്തത് കൊണ്ടാണ് അതവർ ചലഞ്ച് ചെയ്യാത്തത്. പക്ഷേ ഇത് കോമൺ ജഡ്ജ്മെൻറ്റാണ്. എന്തായാലും ഞാൻ കാവിയേറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് വേണ്ടിയും അവിടെ ഒരു സീനിയർ അഡ്വക്കേറ്റ് തന്നെ ആയിരിക്കും ഹാജരാകാൻ പോകുന്നത്. കാരണം ഷോൺ ജോർജിൻ്റെ ഹർജിക്ക് വഖഫ് ബോർഡിന് മറുപടി ഉണ്ടെങ്കിലും എൻ്റെ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറുപടി തരാൻ വഖഫ് ബോർഡ് തലകുത്തി നിന്നാലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഇവർ പോയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇൻ്ററിം ഓർഡർ എന്ന് പറയുന്നത് നിലനിൽക്കാൻ പോകുന്ന ഒരു ഓർഡറാണ്. അല്ലാതെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പിൻവാതിലിലൂടെയും സുപ്രീം കോടതിയെ സമീപിച്ച് ഈ ഹൈക്കോടതി വിധിയെ വെക്കേറ്റ് ചെയ്യാൻ ഞാൻ വഖഫ് ബോർഡിനെ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ 15-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ ഇൻ്ററിം ഓർഡറിൻ്റെ പിതാവ് ഞാനാണ്, ഞാൻ മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ
ഇത് വീക്ഷിച്ചതിൽ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.